SDPIക്കാരന്റെ ജൽപ്പനം കേട്ടിട്ടല്ല, ഈ രോഗം പടർന്ന് പിടിക്കാൻ പോകുന്നു എന്നുള്ളിടത്താണ്. മക്കളെ നഷ്ടപ്പെട്ടൊരു സമാജം വേദനയോടെ നിൽക്കുമ്പോൾ ഇന്ന് അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മളൊരു കുടുംബാവസ്ഥ, ലവ് ജിഹാദിന്റെ പേരില്, സദാചാര കൊലയുടെ പേരില് ഇതൊന്നുമല്ല ഇന്ന് കലാലയങ്ങൾ കലാപാലയങ്ങളാക്കുന്നു. എവിടേക്കാണ് ഈ നാടിന്റെ പോക്ക് നമ്മൾ ചിന്തിക്കണം. ചെങ്ങന്നൂരിൽ വീണ് പരന്നത് നിരപരാധിയായ നമ്മുടെ പിഞ്ചോമന വിശാലിന്റെ രക്തമാണെങ്കിൽ കണ്ണൂരിൽ സച്ചിൻ ഗോപാലിന്റെ. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. വിശാലും സച്ചിൻ ഗോപാലും ഒക്കെ ഇവിടെ വരാൻ പോകുന്ന, നമ്മുടെയൊക്കെ ഈ നാട് അനുഭവിക്കാൻ പോകുന്ന നമ്മുടെ മക്കളുടെ നാളത്തെ സ്ഥിതിയെപ്പറ്റി തന്നെയാണ് ആ രക്തം നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണത്. ഒറ്റപ്പെട്ട സംഭവമല്ല. കലാലയങ്ങൾ കലാപാലയങ്ങളാക്കുന്നു. എണ്ണി 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 കേരള പോലീസ് അല്ലെ, ഇന്റലിജൻസും കേരള ഗവൺമെന്റും പറഞ്ഞു 27 കൊല പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ട് ബാക്കിയൊക്കെ സബൂറാക്കി കളഞ്ഞു. 27 കൊല അംഗീകരിച്ചു. ചോദിക്കട്ടെ, ഈ 27 കൊലയിൽ എത്ര എണ്ണത്തിൽ 1-ാം പ്രതിയും 2-ാം പ്രതിയും പിടിച്ചിട്ടുണ്ട്? നേരത്തെ സഹദേവേട്ടൻ പറഞ്ഞതുപോലെ തട്ടാനെ പിടിച്ചതൊഴികെ അല്ലെങ്കിൽ കൊന്ന കത്തിയെ പിടിച്ചതൊഴികെ എത്ര എണ്ണത്തിൽ 1-ഉം 2-ഉം പ്രതികളെ പിടിച്ചിട്ടുണ്ട്, ശിക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? പോപ്പുലർ ഫ്രണ്ടുകാരനും SDPIക്കാരനും ഇതുപോലുള്ളവർ പല പല വേഷങ്ങളിൽ പല പല രൂപങ്ങളിൽ ഇവിടെ അഴിഞ്ഞാടുമ്പോൾ ഇവിടുത്തെ അധികൃതർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? കേവലം പോലീസ് തന്നെ പറയുന്നത് അതല്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. കേവലം അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂര് ഒരു സ്കൂളിലുണ്ടായ പ്രശ്നത്തില് പോപ്പുലർ ഫ്രണ്ടുകാര് ഗൂഢാലോചന നടത്തിയാണ് സച്ചിൻ ഗോപാലിനെ വധിച്ചതെങ്കിൽ ഇനിയും എങ്ങോട്ടാ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ, ഇവരെയൊക്കെ നിരോധിക്കാൻ എത്ര ശവം വീഴണം? കേരള ഗവൺമെന്റിനോട്, ഇവിടുത്തെ അധികൃതരോട്, ഇവിടുത്തെ അമ്മ പെങ്ങന്മാർക്ക് വേദനയോടുകൂടി ചോദിക്കാനുള്ളത്, ഇനി എത്ര ശവം വീണാൽ, ഇനി എത്ര രക്തം പറന്നാൽ ഈ സംഘടനകളെ നിരോധിക്കും, ഇവരുടെ പ്രവർത്തനത്തിന് തടയിടും? അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മഠത്തിനെതിരെയുള്ള സംഭവം അത് രോഗലക്ഷണം മാത്രമാണ്. നാട് മുഴുവൻ അഴിഞ്ഞാടാൻ പോകുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ടെസ്റ്റ് ഡോസ് മാത്രമാണ് അമൃതാനന്ദമയി മഠത്തിന് നേരെ നടന്നത്. അഴിഞ്ഞാടാൻ പോകുകയാണ്. നമ്മൾ ആരും സുരക്ഷിതരല്ല എന്ന് നമുക്കറിയാം. രാജേട്ടൻ പറഞ്ഞില്ലേ, പെരുമ്പാവൂര് ക്ഷേത്രത്തിന് മുന്നിൽ പശുവിനെ അറക്കാൻ കാണിക്കുന്ന ധാർഷ്ട്യം, ക്ഷേത്രത്തിൽ പോത്തിന്റെ തല കൊണ്ടുവെക്കാൻ കാണിക്കുന്ന അഹങ്കാരം, ഇതൊക്കെ സഹിക്കാൻ മാത്രമുള്ള സഹിഷ്ണുത, ശാന്തത നമ്മുടെ ഉള്ളിലുണ്ടോ? അതാണിപ്പോ നമ്മൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, എത്രത്തോളം ക്ഷമ നമുക്കുണ്ട് എന്നുള്ളത്. ശിശുപാലന്റെ അമ്മയ്ക്ക് കൃഷ്ണനൊരു വാക്ക് കൊടുത്തു, 100 തെറ്റ് പൊറുക്കാൻ. 100 തെറ്റ് കണ്ണൻ എണ്ണി 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 101ാമത്തത് സഹിക്കാൻ കൃഷ്ണന് ബാധ്യതയില്ലാന്ന്. ഇവിടെ എണ്ണി എണ്ണി മടുത്തൊരു സമാജായിരിക്കണത്. മതേതരത്വം പറയുന്ന കേരളത്തിലാണിത് നടക്കുന്നത്. ഏത് കാര്യത്തിനും ചോറിന് കറി വെക്കുമ്പോ പോലും മതേതരം 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 എന്നല്ലാതെ ഒരു ചിന്തയില്ലാത്തവരാണ് ഇവിടെ. ആ മതേതരത്വം ചിന്തിക്കുന്ന നാട്ടില് എത്ര കാലം മതേതരത്വം നിൽക്കുമെന്നത് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാ. നമ്മുടെ കാലിന്റെ ചോട്ടിലാ പന്ത്, നമ്മുടെ കോർട്ടിലാ പന്ത്. എത്ര കാലം മതേതരത്വം നിൽക്കണമെന്ന് SDPIക്കാരൻ ചിന്തിച്ചോട്ടെ. ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കണം? NDFകാരൻ ഗൗരവമായി ചിന്തിക്കട്ടെ, ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കണം? പോപ്പുലർ ഫ്രണ്ടുകാരൻ ചിന്തിക്കട്ടെ, ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കണം? ഇവിടുത്തെ മതേതരത്വത്തെ പറ്റിയിട്ട്, ഇവിടുത്തെ മതസഹിഷ്ണുതയെ പറ്റിയിട്ട് ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കണം? പെറ്റ തള്ളയുടെ മാനത്തിന് വില പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തവരെന്നല്ലേ നമ്മള്? ഒരു ഇസ്ലാമിക സംഘടനയുടെ വാദഗതി കേട്ടു. മറ്റ് സംഘടനകളിൽ നിന്ന് ഞങ്ങളെ വേറിട്ട് നിർത്തുന്നൊരു യോഗ്യതയെ പറ്റിയിട്ട് അവർ പുലമ്പുന്നത് കേട്ടു, അവർ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടു. മറ്റ് സംഘടനകളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ പിന്നില് തപ്പി നോക്കിയാൽ നട്ടല്ല പറഞ്ഞൊരു സാധനം ഉണ്ടത്രേ. നിങ്ങൾക്ക് തപ്പി നോക്കണം, അവർക്കത് ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പി നോക്കണം. അതിന്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ചിട്ടും ക്ഷമയൊന്നുകൊണ്ട് മാത്രം, സംസ്കാരം ഒന്നുകൊണ്ട് മാത്രം ക്ഷമിച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നില നിങ്ങൾ തപ്പി നോക്കി കണ്ടുപിടിക്കേണ്ട നട്ടലിന്റെ പേരും പറഞ്ഞു നിൽക്കണം. തപ്പി തപ്പി ഉണ്ടാക്കേണ്ടി വരും കുറച്ചു കാലം. അപ്പൊ ഇവിടെ ഈ നാടിന്റെ മതേതരത്വവും മതസഹിഷ്ണുതയും പ്രധാനമന്ത്രി ഡൽഹി കിടന്ന് നിലവിളിച്ചിട്ട് സംരക്ഷിക്കാൻ കഴിയുമോ? മൻമോഹൻ സിംഗ് പറഞ്ഞു, കേരളം വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. എന്തുകൊണ്ടായെന്ന് മൻമോഹൻ സിംഗിന് അറിയില്ലേ? ഉത്തരവാദികൾ ആരായെന്ന് മൻമോഹൻ സിംഗിന് അറിയില്ലേ?
പറയുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ വയ്യ. പൂച്ചയ്ക്കാരും മണി കെട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മണി കെട്ടിയേ പറ്റൂ എന്നുള്ളത്. പൂച്ചയ്ക്കാരും മണി കെട്ടും. കെട്ടേണ്ടത് അധികൃതരാണ്, കെട്ടേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. അവര് കെട്ടാൻ മടിച്ചാലോ, അവര് കെട്ടാൻ മറന്നാലോ ചിലപ്പോ ഒരു മണി നമ്മൾ പണിയിക്കേണ്ടി വരും. ആ മണിയുമായി നമ്മൾ ഇറങ്ങേണ്ടി വരും. അത് അധികൃതരുടെ മുന്നിൽ അടുത്ത് നമ്മൾ ആ പന്ത് അങ്ങോട്ട് എത്തിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞില്ലേ, മക്കള് നഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് നേരെയും ആക്രോശം മുഴങ്ങിയ ഒരു സമൂഹമാണ്. സത്നം സിംഗ് എന്ന ബ്രാഹ്മണ യുവാവിന്റെ വായിൽ തിരികെ കയറ്റിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനങ്ങൾ നമ്മുടെ മക്കൾ ഇവിടെ സുരക്ഷിതരല്ല എന്നതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളിലെ കണ്ണുനീര് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പഠിക്കാൻ വിട്ട മക്കളെ പ്രേമിച്ചും അല്ലാതെയും SMS കൊടുത്തും ലഘുലേഖ കൊടുത്തും മറ്റേ പുസ്തകങ്ങൾ കൊടുത്തും വഞ്ചിച്ച് തടവറയിലിടുന്ന ദുരവസ്ഥയെ പറ്റിയിട്ട് കഴിഞ്ഞ റമദാൻ മാസത്തിൽ ചന്ദ്രികാ പത്രം വളരെ അഭിമാനത്തോടെ ഒരു ഫോട്ടോ കൊടുത്തു. ആദ്യ നോമ്പിന്റെ മറ്റേ സുഹൃതം നുണന്നുകൊണ്ട്, ആദ്യ നോമ്പിന്റെ റംലാനിൽ ആദ്യമായിട്ട് നോമ്പെടുത്തതിന്റെ സുഹൃതം നുണയുന്ന 19 പേരെ കോഴിക്കോട് മുഖത്താറ് മതംമാറ്റ കേന്ദ്രത്തിൽ നിന്ന്. പിറ്റേ ദിവസം അവിടെ താൻ അങ്ങനെ എവിടെ എത്തിപ്പെട്ടു എന്നും അവിടെ ഓരോരുത്തരും അനുഭവിക്കുന്ന ദുരന്തം എന്താ എന്നും പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പത്രസമ്മേളനം നടത്തി. ഇവിടുത്തെ അധികൃതർ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇവിടുത്തെ മതംമാറ്റ കേന്ദ്രങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്? അമ്മയ്ക്കെതിരെ പ്രക്ഷോഭം നടത്താൻ തുനിഞ്ഞിറങ്ങുന്ന SDP-ക്കാരൻ, അവന്റെ അതേ വികാരവുമായി നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ, ഇവർക്കൊക്കെ മൗദൂദിയൻ സിദ്ധാന്തങ്ങൾ ഓതിക്കൊടുക്കുന്ന പുറകിൽ ബാക്ക്വേർഡ്സായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് അറിയുക. ഈ മതം മാറ്റ കേന്ദ്രങ്ങളിലൊക്കെ തടവറയിൽ കിടക്കുന്ന സത്നം സിംഗുമാരെ പറ്റി ഞങ്ങൾക്കുണ്ട് വികാരങ്ങളുണ്ട്, ഞങ്ങൾക്കുണ്ട് വേദനകൾ, ഞങ്ങൾക്കുണ്ട് പ്രക്ഷോഭം നടത്താനുള്ള ത്രാണി, ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അമ്മമാരെ കാക്കാൻ.